പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഏകദേശം 15 തൊട്ട് 21 മാർക്ക് എന്നുള്ളൊരു റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2022-ലെയും 2023-ലെയും 2024-ലെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 21 മാർക്കിനും ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറിലും 15 മാർക്കിനായിരുന്നു നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള നമ്മുടെ കാസ്റ്റിങ്ങിൽ വരുന്ന കാസ്റ്റിംഗ്. നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കാസ്റ്റിംഗ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന കാസ്റ്റിങ്ങിലെ കുറച്ച് സ്പെഷ്യൽ കാസ്റ്റിംഗ് മെത്തേഡ്സൊക്കെ കുറച്ച് പഠിക്കാറുണ്ട്. അതേപോലെ പിന്നെ വരുന്നതായിരിക്കും നമുക്ക് കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൾഡ് വർക്കിംഗ് ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ലാസ്റ്റ് വരുന്നൊരു പോർഷനാണ് പൗഡർ മെറ്റലർജി. ശരിക്കും നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 3 ടോപ്പിക്കായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ ഒരു ടോപ്പിക്ക് വരുന്നുണ്ടായിരിക്കുക കാസ്റ്റിങ്ങിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനാണ് ഇത്രയും വരുന്നത് ഒരു ടോപ്പിക്ക് വരുന്നുണ്ടായിരിക്കാം. രണ്ടാമത്തെ ടോപ്പിക്ക് വരുന്നത് നമ്മുടെ കോൾഡ് വർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ് പറയുന്ന ടോപ്പിക്കാണ്. കോൾഡ് വർക്കിങ്ങിലും ഹോട്ട് വർക്കിങ്ങിലും വരുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സുകളെ കുറിച്ചാണ് പഠിക്കേണ്ടായിരിക്കുക. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ഭാഗം നമ്മുടെ പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പൊതുവേ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊരു ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു പോർഷൻ എന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പോർഷനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോയ്സ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ചോയ്സ് ആയിട്ട് രണ്ടാമത്തെ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ മൂന്നാമത്തെ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും സാധാരണ രീതിയിൽ ഉണ്ടാകാറുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ലോഡ് എടുക്കാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഏറ്റവും അവസാനം വരുന്ന ടോപ്പിക്കായിട്ടുള്ള നമ്മുടെ പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് എക്സാമിനൊക്കെ 7 മാർക്കിനോ 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു മേഖലയാണ് ആ ഒരു പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ പൗഡർ മെറ്റലർജി എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് പൗഡർ മെറ്റലർജി. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ എന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. ദ സയൻസ് ഓഫ് പ്രൊഡ്യൂസിങ് മെറ്റൽ പൗഡേഴ്സ് ആൻഡ് മേക്കിംഗ് ഫിനിഷ്ഡ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഒബ്ജക്ട്സ് ഫ്രം മിക്സഡ് ഓർ അലോയിഡ് പൗഡേഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് നോൺ മെറ്റാലിക് കോൺസ്റ്റിറ്റ്യൂൻസ്. ഓക്കെ, അപ്പോൾ പൗഡർ മെറ്റലർജി ശരിക്കും നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ പഠിച്ച പോലെ തന്നെ ഒരു നമ്മൾ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സാണ് പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത്. ശരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് മെറ്റൽ കൊണ്ടാണോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ പൗഡർ ഫോമിലേക്ക് മാറ്റുകയും ആ പൗഡർ ഫോം ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു പൗഡർ ഫോമിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടാം സെൻറ്റൻസ് നോക്കിയാൽ മനസ്സിലാവും സ്റ്റെപ്സ് ഇൻ പൗഡർ മെറ്റലർജി. അപ്പോൾ പൗഡർ മെറ്റലർജിയിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൗഡർ പ്രൊഡക്ഷനാണ്. ഞാൻ പറഞ്ഞ പോലെ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ പൗഡർ, ആ മെറ്റീരിയൽ നമ്മൾ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് വരുന്ന പ്രോസസ്സ്, അത് പൗഡർ പ്രൊഡക്ഷനാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന പ്രോസസ്സാണ് കോമ്പാക്ഷൻ, പിന്നെ വരുന്നതാണ് സിൻഡറിങ്, പിന്നെ അതിന് ശേഷം വരുന്ന കുറച്ച് സെക്കൻഡറി ഓപ്പറേഷൻസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ചിലപ്പോൾ 1 മാർക്കിനെ ചോദിക്കാറുള്ളതാണ് എന്താണ് ഒരു പൗഡർ മെറ്റലർജിയിൽ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പുകൾ എന്നുള്ളത്, ഓരോ പ്രൊഡക്ഷൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം, അതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ ഒരു ചെറിയൊരു ഫിഗർ കാണുന്നുണ്ടായിരിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം നടക്കുന്ന പ്രോസസ്സ് പറഞ്ഞു, അത് പൗഡർ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേജാണ്. പിന്നെ നമുക്ക് ആ പൗഡറിനെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ കാണുന്നുണ്ടായിരിക്കും മിക്സ് ചെയ്യുന്നൊരു സ്റ്റേജ് ഇവിടെ കാണുന്നുണ്ട്, മിക്സിങ് പ്രോസസ്സാണ്. ശേഷം നമ്മളതിനെ കോമ്പാക്റ്റ് ചെയ്യും, അഥവാ കോമ്പാക്ഷൻ ചെയ്യും. ഓക്കെ, കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കാസ്റ്റിങ്ങിൽ വരുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ റാമ എന്നൊക്കെ പറയാറുണ്ടല്ലേ, നമ്മൾ മോൾഡ് വാസ്കിനകത്ത് സാൻഡ് വെച്ച് റാമ ചെയ്യാറുണ്ട്. അതുപോലത്തെ ഒരു പ്രോസസ്സാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട പ്രോസസ്സാണ് നമ്മുടെ സിൻഡറിങ്. ഓക്കെ, അത് നമ്മൾ ടെമ്പറേച്ചറിലേക്കൊക്കെ അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സിൻഡറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ കാണുന്ന തരത്തിലുള്ള ഒരു 4 സ്റ്റേജസാണ്, 1, 2, 3, 4. ഈ 4 പ്രോസസ്സ് കഴിഞ്ഞ അവസാനം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചിലപ്പം 3 മാർക്കിന് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ആ ഒരു
പൗഡർ മെറ്റലർജിയിൽ വരുന്ന പ്രൊഡക്ഷൻ സ്റ്റേജസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഫസ്റ്റത് പൗഡർ മേക്ക് ചെയ്യുന്ന പ്രോസസ്സും, രണ്ടാമത് അത് മിക്സ് ചെയ്യുന്നൊരു പ്രോസസ്സും, മൂന്നാമത് അത് കോമ്പാക്ട് ചെയ്യുന്ന കോമ്പാക്ഷൻ പ്രോസസ്സും, നാലാമത് സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സും, അഞ്ചാമത് നമുക്ക് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. പറഞ്ഞ പോലെ മെറ്റൽ പൗഡേഴ്സ്. ഓക്കെ, ഇവിടെ മെറ്റൽ പൗഡേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിലേക്ക് വല്ല ആവശ്യത്തിനുള്ള ലൂബ്രിക്കൻസോ ഡൈലൂബ്രിക്കൻസോ അല്ലെങ്കിൽ അഡിറ്റീവ്സ് നമ്മൾ ചേർക്കാറുണ്ട്. ഓക്കെ, മെറ്റൽ പൗഡേഴ്സും അഡിറ്റീവ്സും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത്. ഓക്കെ, മിക്സ് ചെയ്ത ആ ഒരു സ്റ്റേജിന് ശേഷം പിന്നെ ചെയ്യുന്ന പ്രോസസ്സാണ് കോമ്പാക്റ്റിങ് അല്ലെങ്കിൽ കോമ്പാക്ഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു മോൾഡിങ് ഫ്ലാസ്കിനകത്ത് വെച്ച് നമ്മൾ റാം ചെയ്യുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സും വരുന്നുണ്ട്. അതാണ് അത്രയും പേരാണ് പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ. പിന്നെ ശേഷം വരുന്നതൊക്കെ സെക്കൻഡറി ഓപ്പറേഷൻസ് ആണ്. ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 3 മാർക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡർ എഴുതി വെച്ചാൽ മതിയായിരിക്കും. അതായത് ഈ കാണുന്ന രീതിയിലുള്ള എന്ത് ചെയ്യാം സ്റ്റേജസ് നമുക്ക് 3 മാർക്കിനൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഇനി നമുക്കിനി ഓരോ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്ന റോ മെറ്റീരിയൽസ് നമുക്കറിയാം, നമ്മൾ പൗഡറാക്കി മാറ്റും. അല്ലെ, പൗഡേഴ്സ് ക്യാൻ ബി പ്യുവർ എലമെൻറ്റ്സ്, പ്രീ അലോയിഡ് പൗഡേഴ്സ്. അപ്പോൾ നമ്മൾ പ്യുവർ എലമെൻറ്റ്സ് ആയിട്ടുള്ള പൗഡേഴ്സാണ് നമ്മൾ ഈ ഒരു പ്രോസസ് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കുക. മെത്തേഡ്സ് ഫോർ മേക്കിംഗ് പൗഡേഴ്സ്. അപ്പോൾ പൗഡേഴ്സ് ഉണ്ടാക്കാൻ കുറച്ച് മെത്തേഡ്സ് വിടുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒന്നും. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അറ്റോമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ റിഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്, അതുപോലെ ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ ഈ 3 രീതിയിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പൗഡേഴ്സ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പൗഡറിനെ മേക്ക് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പൗഡർ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. പൗഡേഴ്സ് അലോങ് വിത്ത് അഡിറ്റീവ്സ് ആർ മിക്സഡ് യൂസിങ് മിക്സ്ചേഴ്സ്. ഓക്കെ, നമ്മൾ മിക്സ്ചർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഈ പൗഡേഴ്സിൻ്റെ കൂടെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡിറ്റീവ്സ് നമുക്ക് ചേർക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പൗഡറിൻ്റെ കൂടെ നമ്മൾ ചേർത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യും. നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ മെഷീൻ എന്ന് പറഞ്ഞാൽ മിക്സ്ചേഴ്സാണ്. ഓക്കെ, മിക്സ്ചേഴ്സ്. പിന്നെ അതുപോലെ ലൂബ്രിക്കൻസ് ആർ ആഡഡ് പ്രയർ ടു മിക്സിംഗ് ടു ഫെസിലിറ്റേറ്റ് ഈസി ഇജക്ഷൻ ഓഫ് കോമ്പാക്റ്റ് ആൻഡ് ടു മിനിമൈസ് വെയർ ഓഫ് ടൂൾസ്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ലൂബ്രിക്കൻസ് ആർ ആഡഡ് പ്രയർ ടു മിക്സിംഗ് ടു ഫെസിലിറ്റേറ്റ് ഈസി ഇജക്ഷൻ ഓഫ് കോമ്പാക്റ്റ് ആൻഡ് ടു മിനിമൈസ് വെയർ ഓഫ് ടൂൾസ്. അപ്പോൾ ആ ലൂബ്രിക്കൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ആ ഒരു ഈസി ആയിട്ടുള്ള നമുക്ക് ഇജക്ഷൻ കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഇജക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ആ ഒരു ലൂബ്രിക്കൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ജസ്റ്റ് പോയിൻറ്റ്സ് മനസ്സിലാക്കി വെച്ചാൽ മതി. മാമ ഒരു 10 ഇഡ്ഡലി വരാം, നിങ്ങൾ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൗഡർ ഉണ്ടാക്കും. പൗഡർ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ മിക്സ് ചെയ്യും. മൂന്നാമത്തെ പ്രോസസ്സ് കോമ്പാക്ഷനാണ്. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട പ്രോസസ്സ് കോമ്പാക്ഷനാണ്. അപ്പോൾ നമുക്ക് കോമ്പാക്ഷൻ ഉണ്ടാകാൻ നോക്കാം. ഇറ്റ് ഈസ് പെർഫോംഡ് യൂസിങ് ഡൈസ് മെഷീൻ ടു ക്ലോസ് ടോളറൻസസ്. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് കോമ്പാക്റ്റ് ചെയ്യുക. അതായത് നമ്മൾ മാക്സിമം എല്ലാം എന്ത് ചെയ്യുക, മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ചേർക്കുക. അതായത് ആ ഒരു ഇപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിൽ ചെയ്ത പോലെ നമ്മൾ മോൾഡിംഗ് ഫ്ലാസ്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ക്യാവിറ്റിക്കകത്ത് നമ്മൾ പാറ്റേൺ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാൻഡ് അതിന് ചുറ്റും നമ്മൾ കോമ്പാക്റ്റ് ചെയ്യാറുണ്ട്. അതായത് റാം ചെയ്ത് നല്ല മാക്സിമം ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. അതേപോലത്തെ ഒരു പ്രോസസ്സാണ് ഇവിടെ വരുന്ന കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഡൈസ് ആർ മെയ്ഡ് ഓഫ് സിമെൻറ്റഡ് കാർബൈഡ് അല്ലെങ്കിൽ സ്റ്റീൽ, ടൂൾ സ്റ്റീൽ, അതുപോലെ പ്രസ്ഡ് യൂസിങ് ഹൈഡ്രോളിക് ഓർ മെക്കാനിക്കൽ പ്രസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഹൈഡ്രോളിക് പ്രസ്സോ മെക്കാനിക്കൽ പ്രസ്സോ ഉപയോഗിച്ചായിരിക്കും. ഓക്കെ, കോമ്പാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം ഹൈഡ്രോളിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കോമ്പാക്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും മാക്സിമം അത് കംപ്രസ്സായിട്ട് മാക്സിമം ഒരുമിച്ച് ബോണ്ടായി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കോമ്പാക്ഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ 3 സ്റ്റേജ് പറഞ്ഞപ്പോൾ പൗഡർ പ്രൊഡക്ഷൻ പറഞ്ഞു, അതിൽ മിക്സ് ചെയ്തു അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തു, പിന്നെ പൗഡർ കോമ്പാക്ഷൻ ചെയ്തു. ഇനി അടുത്ത പ്രോസസ്സാണ് നമ്മുടെ സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് സിൻഡറിങ് നോക്കാം. സിൻഡറിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, പെർഫോംഡ് അറ്റ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ടു ബോണ്ട് ആറ്റംസ് മെറ്റലർജിക്കലി. നമ്മളൊരു കൺട്രോൾഡ് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ വെച്ചാണ് നമ്മൾ ഈ ഒരു സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം.
ബോണ്ടിങ് ഒക്കേഴ്സ് ബൈ ഡിഫ്യൂഷൻ ഓഫ് ആറ്റംസ്. എന്നിട്ട് 70% ഓഫ് അബ്സല്യൂട്ട് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ അബ്സല്യൂട്ട് മെൽറ്റിംഗ് പോയിൻ്റിൻ്റെ ഒരു 70% ടെമ്പറേച്ചർ റേഞ്ചിലായിരിക്കും നമ്മൾ സിൻഡറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ശരിക്കും ചൂടാക്കിയാൽ എന്ത് ചെയ്യണം, ആ ഒരു ബോണ്ടിനെ നമ്മൾ ആ ഒരു സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോസസ്സാണ് സിൻഡറിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് സെർവ്സ് ടു കൺസോളിഡേറ്റ് ദ മെക്കാനിക്കലി ബോണ്ടഡ് പൗഡേഴ്സ് ഇൻ ടു എ കൊഹിറൻറ്റ് ബോഡി ഹാവിങ് ഡിസൈഡ് ഓൺ സർവീസ് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഫർണസ് ഉപയോഗിക്കാറുണ്ട്. ഫർണസസ്, മെഷ് ബെൽറ്റ് ഫർണസസ്, അതായത് അപ് ടു ഒരു 1200 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫർണസാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഫർണസിനകത്ത് വെച്ച് നമ്മൾ ആ ഒരു മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണോ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഒരു 70% മെൽറ്റിംഗ് പോയിൻറ്റ് ആ ടെമ്പറേച്ചർ റേഞ്ചിൽ വെച്ചാണ് നമ്മൾ സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് സിൻഡറിങ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പൗഡർ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ആ പൗഡർ പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു അതിനെ പിന്നെ ഒരുമിച്ച് മിക്സ് ചെയ്യുക. നമ്മൾ ആ പൗഡേഴ്സിൻ്റെ അഡിറ്റീവ്സൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് രണ്ടാമത് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സോ മെക്കാനിക്കൽ പ്രസ്സോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ കോമ്പാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മൂന്നാമതായിട്ട് വരുന്നത്. അതുപോലെ കോമ്പാക്ഷന് ശേഷം ചെയ്യുന്ന അവസാന പ്രോസസ്സാണ് നമ്മുടെ സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ഫർണസിനകത്ത് വെച്ച് ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഇതിനെ ചൂടാക്കി ചെയ്യുന്ന ലാസ്റ്റ് പ്രോസസ്സാണ് സിൻഡറിങ്. ശേഷം നമുക്കവിടെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു പൗഡർ മെറ്റലർജിയുടെ ഒരു ഓരോ പ്രോസസ്സിൻ്റെയും സ്റ്റേജസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് മനസ്സിലാകും. ഇവിടെ ഇപ്പം ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ടു മാനുഫാക്ചർ പൗഡർ ഇൻ പൗഡർ മെറ്റലർജി. അപ്പോൾ അതിൽ പൗഡർ മേക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും 2 മെത്തേഡ്സിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൗഡർ മേക്കിങ്ങിൽ നമ്മൾ അറ്റോമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അല്ലേ. അറ്റോമൈസേഷൻ ഉണ്ട്, അതുപോലെ റിഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്, പിന്നെ ഇലക്ട്രോളിസിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെക്കുറിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ അറ്റോമൈസേഷൻ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് പൗഡേഴ്സ് ഓഫ് ബോത്ത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് പൗഡേഴ്സ് ലൈക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, സൂപ്പർ അലോയ്സ്. ഓക്കെ, അപ്പോൾ സൂപ്പർ അലോയ്സിൻ്റെയും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയൊക്കെ പൗഡേഴ്സ് ഉണ്ടാക്കാൻ, അതായത് ഫെറസ് മെറ്റൽസിൻ്റെയും നോൺ ഫെറസ് മെറ്റൽസിൻ്റെയൊക്കെ പൗഡേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പൗഡർ മേക്കിംഗ് മെത്തേഡാണ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും എഴുതിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഒന്നായി. ഇനി രണ്ടാമത്തെ റിഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്, അതായത് നമ്മുടെ അയണിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോപ്പർ, ടങ്ഷൻ, മോളിബിനം പോലത്തെ ആ ഒരു മെറ്റീരിയലിൻ്റെ പൗഡർ പ്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ്. വേണമെങ്കിൽ ഇത് ഇലക്ട്രോളിസിസ് എഴുതാം, അതായത് ഫോർ മേക്കിംഗ് കോപ്പർ അയാണ് സിൽവർ പൗഡേഴ്സ്. അപ്പോൾ കോപ്പർ അയാണ് അതിന് സിൽവർ പൗഡേഴ്സ് മേക്ക് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ 3 നമുക്ക് 3 മാർക്ക് ഉറപ്പായിട്ടും ഷുവറായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അതുപോലെ വേറെ ചോദിച്ചിട്ടുള്ളത് പൗഡർ മെറ്റലർജിയിൽ ആകെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ പൗഡർ മെറ്റലർജിയിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് 2024 ക്വസ്റ്റ്യൻ ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പൗഡർ മെറ്റലർജി, ഡിസ്ക്രൈബ് ദ ബേസിക് സ്റ്റെപ്സ് ഇൻ പൗഡർ മെറ്റലർജി. ഓക്കെ, അതുപോലെ ഇവിടെയും ചോദിച്ചിട്ടുണ്ട് മെൻഷൻ എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് പൗഡർ മെറ്റലർജി. അതുപോലെ ഇവിടെയും ചോദിച്ചിട്ടുണ്ട് നെയിം ദ ഡിഫറൻറ്റ് പ്രോസസ് ഓഫ് പൗഡർ മെറ്റലർജി. അപ്പോൾ ഏകദേശം നമുക്കിവിടെ നോക്കിയാൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ 7ഉം 3ഉം 10, 10 11 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പൗഡർ മെറ്റലർജി മാത്രം സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നെയിം ദ ഡിഫറൻറ്റ് പ്രോസസ് ഓഫ് പൗഡർ മെറ്റലർജി. നമ്മൾ പഠിച്ച പോലെ ഏതൊക്കെയാണ് പ്രോസസ്സ്? ഫസ്റ്റ് പ്രോസസ്സ് പൗഡർ മേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ രണ്ടാമത്തെ കോമ്പാക്ഷനാണ്, രണ്ടാമത്തെ മിക്സിംഗ് ആണ്, മൂന്നാമത്തെ കോമ്പാക്ഷനാണ്, 4ാമത്തെ സിൻഡറിങ് ആണ്, അവസാനത്തെ ഏതാണ് നമ്മുടെ ഫൈൻ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര നമ്മളെല്ലാം എഴുതേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും 2 മാത്രം എഴുതി നമുക്ക് എന്ത് കിട്ടും, 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചോദിച്ചാൽ പൗഡർ മെറ്റലർജിയുടെ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, പൗഡർ മെറ്റലർജി അപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ആ ഒരു നമ്മളെ പോയിൻറ്റ്സ് പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ
ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ആപ്ലിക്കേഷൻസായി നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് പറയാൻ പറ്റും, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സ് പറയാൻ പറ്റും. പെർമിറ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് അലോയ് സിസ്റ്റംസ്, അതുപോലെ പ്രൊഡ്യൂസസ് ഗുഡ് സർഫസ് ഫിനിഷുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊവൈഡ്സ് മെറ്റീരിയൽസ് വിച്ച് മേ ബി ഹീറ്റ് ട്രീറ്റഡ് ഫോർ ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ഓർ ഇൻക്രീസ്ഡ് വെയർ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് വെയർ റെസിസ്റ്റൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലത്തെ പൗഡർ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മിനിമൈസസ് മെഷീനിങ് ബൈ പ്രൊഡ്യൂസിങ് പാർട്സ് അറ്റ് ഓർ ക്ലോസ് ടു ഫൈനൽ ഡയമെൻഷൻസ്. അപ്പോൾ നമുക്ക് പൗഡർ മെറ്റലർജിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലോസ് ഡയമെൻഷൻസിലേക്ക് നമുക്ക് ഏറ്റവും ബെറ്റർ സർഫസ് ഫിനിഷോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രൊഡക്ട്സ് മേക്കിംഗ് സാധ്യമാക്കും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് 3 മാർക്കിന് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈ 2 ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ചോദിച്ചുള്ളത് വാട്ട് ഈസ് പൗഡർ മെറ്റലർജി, ഡിസ്ക്രൈബ് ദ ബേസിക് സ്റ്റെപ്സ് ഇൻ പൗഡർ മെറ്റലർജി. നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം പൗഡർ മെറ്റലർജി എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ഇത് പഠിച്ചാൽ മതി. ശേഷം അതിൻ്റെ സ്റ്റെപ്സ് ഇതെന്നൊക്കെ പറയാം. ശേഷം എന്ത് ചെയ്യുക, അതിൽ ഓരോ സ്റ്റേജസ് നമ്മളിവിടെ പഠിച്ച പോലെ വേണമെങ്കിൽ ഈ ഡയഗ്രാം വരച്ചാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാണ്ട് മാക്സിമം 7 മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഡയഗ്രാം ഈ രീതിയിലൊന്ന് വരച്ച് വെക്കുക. ശേഷം എന്ത് ചെയ്യുക, ഓരോന്നിനെ കുറിച്ചും അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ആദ്യം പൗഡർ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാം, ഒരു പോയിൻ്റ് എഴുതി വെക്കുക. രണ്ടാമത്തെ നമ്മുടെ കോമ്പാക്ഷനാണ്, അതെന്ത് ആവശ്യമായിട്ടുള്ള ഒരു പോയിൻ്റ് എഴുതി വെക്കുക. മൂന്നാമത്തത് സിൻഡറിങ് ആണ്, അതിലെന്ത് ആവശ്യമായിട്ടുള്ള ആ സിൻഡറിങ് പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പോയിൻ്റ് എഴുതി വെക്കുക. പിന്നെ സെക്കൻഡറി ഓപ്പറേഷൻസും ലാസ്റ്റ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതും എഴുതിയാൽ നമുക്ക് ഈസി ആയിട്ട് 7 മാർക്കിൻ്റെ ക്വസ്റ്റൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലാക്കുക പൗഡർ മെറ്റലർജിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ട്, നമ്മുടെ പൗഡർ മെറ്റലർജി ചോദിച്ചിട്ടേ ഇല്ല, പക്ഷേ എന്തുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പൗഡർ മെറ്റലർജി ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പൗഡർ മെറ്റലർജി ചോദിച്ചു, ഈ ഒരു ക്വസ്റ്റ്യൻ കാസ്റ്റിങ്ങിൽ ചോദിച്ചു. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കാസ്റ്റിങ്ങിൽ ചോദിച്ചു, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ് ചോദിച്ചു, അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ കാസ്റ്റിങ്ങിൽ ചോദിച്ചു. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തായാലും ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കോൾഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്ന മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസിൽ ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ വെച്ചുള്ളത് നമ്മുടെ കാസ്റ്റിങ്ങിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കാസ്റ്റിങ്ങും ഹോട്ട് വർക്കിങ്ങും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ രീതിയിൽ പഠിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ 3 സെക്ഷനായിട്ട് മനസ്സിലാക്കുക. 3 സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് കാസ്റ്റിംഗ് ആണ്, ഇത്രയും വരും. രണ്ടാമത്തത് നമ്മുടെ കോൾഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഹോട്ട് വർക്കിംഗ്, അത്രയും വരുന്നുണ്ട്. ഈസി ആയിട്ടുള്ള പ്രോസസ്സുകളാണ് വരുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ പൗഡർ മെറ്റലർജി. ഓക്കെ, അപ്പോൾ നമ്മുടെ പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന കോൾഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഹോട്ട് വർക്കിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യണം. ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.